ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഒരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു മണി പ്ലാന്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം ആളുകൾക്ക് മണി പ്ലാന്റും അതുപോലെ ഗാർഡൻ, അതായത് പ്ലാന്റ്സ് ഒക്കെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ഗാർഡൻ കാണിക്കുന്നതിന് ഉപരി എൻ്റെ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ബാ. ഇത് എന്താ പറയുക, അതായത് നമ്മുടെ ഗ്രീനും വൈറ്റൂടെ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു കളർ. ഇതിൻ്റെ ഒരു ഇലയെന്ന് വെച്ചാൽ അതാ ഇങ്ങനൊരു നീളം പോയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ തന്നെ സെയിം ഉരുണ്ട ഇല, റൗണ്ട് വരുന്ന പോലത്തെ ചെറിയൊരു നീളം വരുന്ന രീതിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻ്റെ നിന്ന് പോയി മിസ്സായി. പിന്നെ ഇത് ലൈറ്റ് ഗ്രീൻ, ഇത് പിന്നെ ചെറിയ ഇലയുടെ. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഇത് മറ്റേ നമ്മുടെ സിങ്കോണിയമാണ്. സിങ്കോണിയത്തിൻ്റെ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചെടിയാണല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി എനിക്ക് 2-3 മണി പ്ലാന്റും അതുപോലെ ഈ സിങ്കോണിയത്തിൻ്റെ 2 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. കണ്ടോ, 2 അല്ല ശരിക്കും ഇതിപ്പം സാധാ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അയ്യത്തൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഇഷ്ടംപോലെ താഴെ അയ്യത്തൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ കളറും ഉണ്ട്. ഇത് പിന്നെ വൈറ്റ് ആയിട്ടൊരു ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇത് നമ്മുടെ ഒരു പിങ്ക് സിങ്കോണിയമാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇതുപോലെ ചെയ്ത് നിരത്തി വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതും ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് എൻ്റെ കയ്യിൽ വേറെ കുറച്ച് മോഡൽ മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതുകൂടെ കാണിച്ചു തരാം. ഇതാ ഇവിടെയായിരുന്നു കേട്ടോ ഞാൻ ഈ മണി പ്ലാന്റിനൊക്കെ ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ മാവിൻ്റെ ഇലയൊക്കെ വീണ് എല്ലാം ഒരുമാതിരി അങ്ങ് ആയായിരുന്നു. പിന്നെ ഇതെല്ലാം കണ്ടോ, ഇതിനൊക്കെ എനിക്കിനി അവിടെ കൊണ്ടുവച്ച് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇത് ശരിക്കും മോൺസ്ട്ര അഡാൻസോണി എന്ന് പറയുന്ന അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു, എനിക്ക് എന്താ പറയുക, ഇതിനെ ഞാൻ മണി പ്ലാന്റിൻ്റെ കൂട്ടത്തിലാണ് കൂട്ടിയേക്കുന്നതെന്നുള്ള രസം. അപ്പോൾ ഇതിനെ ഞാൻ അതുപോലെ പടത്തി ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. നല്ല ഭംഗിയില്ല ഇതിൻ്റെ അപ്പോൾ മതിൽ പടന്ന് കയറിയത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതും അതായത് മണി പ്ലാന്റിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ഇതും ഞാൻ ഇതുപോലെ കമ്പിലാണ്, അതായത് കമ്പല്ല കമ്പിയാണ്, കമ്പിയിൽ നെറ്റ് ചുറ്റിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതാണ് വേറൊരു വെറൈറ്റി എൻ്റെ കയ്യിലുള്ളത്. ഈ മണി പ്ലാന്റ് ഉണ്ടോ, ഇതും നല്ല ഭംഗിയല്ല. ഇതും എനിക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാനുള്ളതാട്ടോ. ഇതെല്ലാം ഞാൻ ശരിക്കും ഓൾറെഡി ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പം എന്താ പറയുക, എല്ലാം ഇങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാതെ ആയി എല്ലാം അലങ്കോലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡിയാക്കിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് നിരത്തി വെക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മുടെ ഭിത്തിയിൽ പടർന്നു കയറിയിരിക്കുന്ന മോൺസ്റ്റർ അഡാസോണിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഇതൊന്നും കൂടാണ്ട് ഞാനാണെങ്കിൽ അതിനതേണ്ട കമ്പിൽ, അത് ഗ്രില്ലിലൊക്കെ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. അതും ഭംഗി, അത് നിറയെ ആയി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതല്ലാണ്ട് പിന്നെ ഞാൻ ഹാങ്ങിങ്സ് ആയിട്ടും മണി പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. എവിടെയൊക്കെ മണി പ്ലാന്റ് വെക്കാൻ പറ്റുമോ അവിടെ എല്ലാം ഞാൻ വെക്കും. പിന്നെ ഞാൻ റൂമിനുള്ളിൽ കുപ്പികളിലൊക്കെ ഇതുപോലെ മണി പ്ലാന്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മണി പ്ലാന്റ് എല്ലാം നിങ്ങളെ കാണിക്കുക. അതിനോടൊപ്പം തന്നെ അതായത് എൻ്റെ സിങ്കോണിയം പ്ലാന്റ്സ് ഉണ്ട്, അതായത് കുറച്ച് 1-2 ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതേപോലെ ചെയ്ത് മണി പ്ലാന്റിൻ്റെ കൂടി ഇങ്ങനെ നിരത്തി വെക്കാമെന്ന് കരുതി. അത് നല്ല രസമാണ്. മണി പ്ലാന്റിൻ്റെ കൂടി ഈ സിങ്കോണിയം പ്ലാന്റും കൂടി ഇങ്ങനെ ഒരേപോലെ അതുപോലെ ഒരുമിച്ച് ഒരേപോലെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണാം. ഇല്ലേ, നല്ല മഴയായിരുന്നല്ലോ കുറേ ദിവസമായിട്ട്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നതല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല മഴ കാരണം. അപ്പോൾ ഇന്ന് എന്തായാലും ഇച്ചിരി മഴ തോന്നപ്പോഴാണ് ഞാനിത് ചെയ്യാനായിട്ട് ഇറങ്ങിയത്, വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ ഇതേണ്ട വീണ്ടും കോള് കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് മഴയ്ക്കുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കിത് നട്ടെടുക്കാം. നമ്മുടെ സിങ്കോണിയത്തിൻ്റെ ഇത് എല്ലായിടത്തും ഉള്ളൊരു വെറൈറ്റി ആണല്ലോ. ഇത് നമുക്ക് നട്ടു കൊടുക്കാം. നമ്മളൊരു പ്ലാന്റ് അത് നടുന്നതിലല്ല കേട്ടോ, പിന്നെ അതിനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിലാണ് കാര്യം. ഇപ്പോൾ ആർക്കും ചുമ്മാ ഒരു മണ്ണിലേക്ക് നട്ട് വെക്കാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ
നമ്മുടെ ഫസ്റ്റ് സിങ്കോണിയം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ പിങ്ക് വെറൈറ്റിയാണേ. ഇത് നേരത്തെ ഇവിടെ ഉള്ളതായിരുന്നു, അത് ഞാൻ നേരത്തെ നട്ടു വെച്ചിട്ടുള്ളത്. അതിൽ ചെറിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും നോക്കാതെ അതിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് ഒരുമാതിരിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൂടെ നടാം. ഇത് ഇച്ചിരി മണലെടുത്തിട്ട് വന്നതാണ് കേട്ടോ. വേര് മണ്ണ് ഇളകാതെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെന്ന് തോന്നുന്നില്ല. മണ്ണ് എന്നാലും നമുക്ക് ഒരുമാതിരി രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നാലും പോയി കുഴപ്പമില്ല. ആ മണ്ണൊക്കെ കട്ടിയായിട്ടിരിക്കുന്ന മണ്ണായിരുന്നു കേട്ടോ. കുറേ തൈകളുണ്ട്. അന്നേരം ഒരുമിച്ച് നിൽക്കട്ടെ. അന്നേരം നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് അന്നേരം കിളിച്ച് വരും. അപ്പോൾ നമുക്ക് കമ്പൂടെ കുത്തി കൊടുത്താൽ നന്നായിട്ടിരുന്നോളും. പൊടി മിക്സായിട്ട്, അതായത് മണലും ചാണകവും, ഇത് 3 ഇട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ചെടികളൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ പെട്ടെന്ന് നമ്മൾ മണ്ണ് തപ്പാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിങ്ക് സിങ്കോണിയം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്ര മതി. ബാക്കി നമ്മൾ നിറയെ മണ്ണിടണ്ട, പിന്നെ വേരൊന്നും ഓടാനായിട്ടുള്ള മണ്ണിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നോക്കി എന്ത് ഭംഗിയല്ലേ അത്. അത്രയും തൈകൾ ഒരുമിച്ച് നിന്നപ്പോൾ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് മറ്റുള്ള മണി പ്ലാന്റിൻ്റെ കൂടെ വെക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് സിങ്കോണിയവും അതുപോലെ നമ്മുടെ മണി പ്ലാന്റും എല്ലാം ഇതാ നിരന്നിരിപ്പുണ്ട്. അപ്പം ഇതൂടെ കുറച്ചുകൂടെ ഒന്ന് കിളിച്ച് അതിന് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു തണ്ടുകളൊക്കെ കുറച്ചുകൂടെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു മിക്സായിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബായ്.